മാമനാ? പിന്നെ മാമനൊന്നും വിളിക്കല്ലേ. പിന്നെ അങ്ങനെ വിളിക്കരുത്. ഞാൻ മന്ത്രി മുഖ്യനാണ്. അങ്ങുന്നൊക്കെ വിളിക്കണം. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ടല്ലോ. രാജാവ് വരുമ്പോ അറിഞ്ഞു വിളിച്ചോളൂ. മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ഇവന്റെ പേര് ത്രിശങ്കു. എന്റെ മൂത്ത ചേച്ചിയുടെ മോനാണ്. ഹോട്ടൽ മാനേജ്മെന്റിന് പഠിക്കാൻ പോയി. ഞാൻ പറഞ്ഞു, നീ എന്തിനാ ഹോട്ടലിൽ പോയി പാത്രം കഴുകാൻ പോണത്? ഈ കൊട്ടാരത്തിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളി ജോലി തരാന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് വരുമ്പോ ഇവനാണ് ഏറ്റു വിളിക്കുന്നത്. ബന്ധു നിയമനം. മനസ്സിലായി. ഈ പരിപാടി ഇവിടെ നടക്കില്ല. ഞാൻ രാജഗുരുവായിട്ട് നിൽക്കുന്നിടത്ത് ഈ പരിപാടി നടക്കില്ല. രാജഗുരു അല്ലേ? അല്ല, രാജാവൊന്നുമല്ലല്ലോ. ഞാൻ നോക്കിക്കോളാം. രാജാവ് വരുന്നു. വിളിച്ചോ. വല്ല കാര്യമുള്ള കാര്യമാണോ ഈ ചെറുക്കൻ ഇങ്ങനെ വീഴുന്നു? നീ ഒറ്റൊരുത്തനല്ലേ ഇപ്പൊ ഈ പരിപാടി കാണിച്ചത്? നീ രാജാവ് വന്നു കഴിഞ്ഞാൽ എന്റെ കുഴപ്പമില്ലെന്ന് പറയും. എന്റെ പൊന്നു ഗുരു, രാജാവ് വരുന്നത്. ഇടം ചെറുക്ക ഒന്നും മാറി എഴുന്നേറ്റ് ഇടും. ഇങ്ങോട്ട് മാറി, രാജാവ് വരണമെന്ന്. നീയെല്ലാം കൂടെ ചേർന്ന് ഉണ്ടാക്കി ഞാൻ പോവാ. അല്ല, അങ്ങനെയല്ല. ഇത് ഞാനല്ലേ രാജാവ്, എനിക്കറിയാൻ വേണ്ടി ഇവിടെ വന്നിട്ട് ചിരിക്കാൻ വേണ്ടി. എല്ലാ കാര്യങ്ങളും ഞങ്ങളെ കൊണ്ടല്ലേ ജയിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ചിരിച്ചത്. ഞാൻ ഉണ്ടായിക്കോളാം, പോ. ഒരു പഞ്ചുമില്ല സാധനം. ഞങ്ങള് വന്നെങ്കിലേ സാധനം കേറുള്ളൂ. എടാ, ഇത് എനിക്കറിയാം, എന്റെ കൊട്ടാരമല്ലേ, ഞാനാണ് ഇവിടുത്തെ രാജാവ്, എനിക്കറിയാം എന്നാ കാണിക്കണം. എന്നാ പറഞ്ഞു. ഇയാളെന്ത് മനുഷ്യനാണോ? അങ്ങോട്ട് നോക്കി ആരെവിടെയും ചോദിച്ചിട്ടുണ്ടാ. അങ്ങോട്ട് നോക്കണം. അവിടെയാണ് രമണി ചേച്ചി, ശാന്ത ചേച്ചിയൊക്കെ വരണം. അവിടെ നോക്കിയിട്ടല്ലേ ആരെവിടെയും ചോദിക്കേണ്ടത്. എന്റെ തന്തയുടെ പ്രായം ഉണ്ടല്ലോ, തന്റെ ചെവിയിലെ കല്ലിയാണ് അഴിച്ചു പിടിക്കണം കേട്ടോ. ആരെവിടെയാണല്ലേ ഞാൻ ചോദിച്ചത്? ആരെവിടെയെന്ന് ചോദിക്കുമായിരുന്നു. അതിലൂടെ ആരുണ്ട്? ഞാനും ഉണ്ട്, ഈ കിളവനുണ്ട്, ആ പയ്യനുണ്ട്. ഇവിടെ വേറെ ആരാണല്ലോ? ഇത് എനിക്കറിയാലോ, ഇവിടെ എങ്ങും ആരും ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയാം. ഇത് എല്ലാ ദിവസം അടിക്കുന്ന സാധനമല്ല, അത് കാരണം ഞാൻ വലിയ പുതുമായിട്ട് കാണുന്നില്ല. അതെന്നാ സംഭവിച്ച, പഴയ കൊട്ടാരമല്ലടാ. നമ്മൾ ആ ഒരു സെറ്റപ്പിൽ അങ്ങ് വിളിച്ച് നമ്മുടെ ആ നാക്കിന്റെ തുമ്പത്ത് നീ സാധനം പോകുന്നില്ല. അതാ പഴയ സെറ്റപ്പൊക്കെ അങ്ങ് മാറുവാ. ഈ കൊട്ടാരത്തിൽ രാജഭരണം വരാൻ വേണ്ടി പോവാ. എടാ, അതല്ല ഞാൻ പറഞ്ഞത്. എടാ, ഇവിടെ പണ്ട് നമ്മളെ പറ്റിച്ചോണ്ടിരുന്ന ആ ശാന്തമ്മ ചേച്ചി, മറ്റേ ആ രമണി ചേച്ചിയൊക്കെ ഭയങ്കര ഡാൻസുകാരാന്ന് പറഞ്ഞോണ്ട് നടുവൊടിഞ്ഞിട്ട് പെൻഷനൊക്കെ മേടിച്ച് അവിടെ കിടക്കുന്നത് എനിക്കറിയാം. നിങ്ങളെല്ലാം കൂടെ അങ്ങ് പറഞ്ഞു വിടുവാ. എന്നിട്ട് പുതിയ നർത്തകിമാരെ ഈ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അടുപ്പിക്കുകയല്ലോ രണ്ടിനെ ഞാൻ അങ്ങോട്ട്. രണ്ടെണ്ണത്തിനെ ഞാൻ ആ കൊട്ടാരത്തിന് ആ ഭാഗത്ത് എനിക്ക് ഡാൻസ് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണും, കഥ കടച്ചിടും. രണ്ടെണ്ണത്തിന് പ്രത്യേകിച്ച് തന്നെ. അയ്യോ, തനിക്കാണല്ലോ കൂടുതലും മുട്ടി നിൽക്കുന്നത്. അന്ന് ഞാൻ അടുപ്പിക്കുകയല്ലോ ഞാൻ അങ്ങോട്ട്. ഞാൻ അതുകൊണ്ട് തന്നെ പുതിയ നർത്തകിമാരെ തെരഞ്ഞെടുക്കാനുള്ള ഓഡീഷൻ തുടങ്ങാൻ പോവുകയാണ്. കേട്ടല്ലോ? നർത്തകിമാരൊക്കെ വരാൻ നേരത്തെ സന്തോഷമായിട്ട് ഇവിടെ നിന്നോണം. ഓക്കെ ആണല്ലോ? ഓക്കെ. ഓഡിഷനൊക്കെ നടത്തുന്ന കൊള്ളാം, പക്ഷേ ആരെ വേണമെന്ന് നാം തീരുമാനിക്കും. എന്നെ വരച്ച വരയിൽ നിർത്തുന്ന നിനക്ക് തന്നെ തീരുമാനിക്കാമല്ലോ. തരാവേ ഞാൻ ഇവിടെ വലിക്കാൻ നിൽക്കുമല്ലേ, ഈ സാധനം എന്റെയാ. ഞാൻ പറഞ്ഞോളാം കേട്ടോ. അല്ല, പറയാത്തോണ്ടാ. ഞാൻ പറഞ്ഞത് റാണി, എന്തായാലും നർത്തകിമാരെ വിളിച്ചാലും. രാജൻ പ്ലീസ് നോട്ട്. അടുത്തതായി വരുന്നത് അഞ്ജലി. ഇത് മറ്റേ കലോത്സവം നടക്കുമല്ലോ, രാജകൊട്ടാരം. ആ സെറ്റപ്പിൽ വിളിച്ചു. അടുത്തതായി അഞ്ചൽ ദേശത്തു നിന്നും മന്ദാകിനി, 20 വയസ്സ്. നന്ദി മഹാരാജൻ. വലിയ കേറിക്കോളും. അങ്ങേ മഹാരാജൻ, ഞാനാണ് ഇവിടുത്തെ രാജാവ്, എന്നോടാണ് പറയേണ്ടത്. നന്ദി മഹാരാജൻ. നന്നായിരിക്കുന്നു നൃത്തം, നന്നായിരിക്കുന്നു. മനോഹരമായി നൃത്തം. എടാ, ഞാൻ പിന്നെ ഇവിടെ വലിക്കുന്നു. ഇയാളെ മിണ്ടായിടാണ്. 3 പേർക്കും ചാൻസ് ഉണ്ട്. നന്നായിരിക്കുന്നു. നൃത്തകിയുടെ പേരെന്താണ്?
എന്റെ പേര് മന്ദാകിനി എന്നാണ്. ആയി മന്ദാകിനി, നല്ല സൂപ്പർ പേര്. ഒരുപാട് അങ്ങ് ഒലിപ്പിക്കേണ്ട, ഇങ്ങോട്ട് നോക്കി പറഞ്ഞോളൂ. എന്റെ ചേച്ചി, എന്റെ പേര് മന്ദാകിനി എന്നാണ്. ഓഹോ, കൊച്ചിന്നൊക്കെ ആളെ ഇറക്കിയല്ലേ? തരാവേ പോവും. മന്ദാകിനി, മന്ദാകിനിയുടെ മംഗല്യം കഴിഞ്ഞതാണോ? ഒരു തവണ കഴിഞ്ഞായിരുന്നു, ഡിവോഴ്സും ചെയ്തായിരുന്നു. എന്തായാലും മന്ദാകിനി അപ്പോയിന്റ്മെന്റ്. അതെങ്ങനെ ശരിയാകും രാജൻ? ഇനിയും കുട്ടികൾ ബാക്കിയുണ്ടല്ലോ, അവരെയും കൂടെ നോക്കിയിട്ട് നമുക്ക് അപ്പോയിന്റ് ചെയ്യാം. കുട്ടി മാറി നിന്നോളൂ. അടുത്തതായി വെമ്പായത്ത് ദേശത്ത് നിന്നും വന്ന മുന്ന, 23 വയസ്സ്. നമസ്കാരം മഹാരാജൻ. നമസ്കാരം. അന്നേരം എന്റെ മാലയാക്കി ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഇതിന്റെ തീരെ വന്ന് കയറില്ല കേട്ടോ. ഞാൻ പിന്നെ ഇവിടെ പുഴുത്ത് ഒരുവൻ മീമർത്താനകത്ത് അതിന്റെ മേളിൽ കസവ് ഞാൻ ഒന്ന് നിൽക്കുക. ഓ, തന്റെ പേര് ഫെവിക്കോൾ എന്നാണോടോ? എവിടെയും കയറി അങ്ങ് ഒട്ടിയാക്കി നിൽക്കാൻ. ഞാനാണ് ഇവിടുത്തെ മഹാരാജൻ. നമസ്കാരം മഹാരാജൻ. നന്നായിരിക്കുന്നു നർത്തകി, നന്നായിരിക്കുന്നു. എന്താണ് നർത്തകിയുടെ പേര്? മഹാരാജൻ മുന്ന. ആയി, എല്ലാ കാര്യത്തിലും മുന്നിൽ തന്നെ ഉണ്ടാവണം. പിന്നെ ഞാനും ഉണ്ടാവും. അടുപ്പിക്കാൻ ഞാൻ. ആ മുന്നയുടെ വിവാഹം കഴിഞ്ഞതാണോ? മഹാരാജൻ കഴിഞ്ഞായിരുന്നു, പക്ഷെ എന്റെ ഭർത്താവ് ഇപ്പോൾ ജയിലിലാണ്. എന്നാ കാര്യത്തിന്? ഞാൻ നൃത്തം കളിക്കവേ എന്റെ കയ്യിൽ ഒരാൾ കേറി പിടിച്ചു. അവനെ എന്റെ ഭർത്താവ് വെട്ടി 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 കൊന്നു. സൊസൈറ്റിയിൽ പാല് വന്നെന്ന് തോന്നുന്നു. ഇതൊന്നും എല്ലായിടത്തും നേരത്തെ ഇവിടെ കിടക്കുന്നത് മുട്ടിക്കൊണ്ടിരുന്നത്. അയ്യോ, പിച്ചാത്തി കൊണ്ടൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ് സാറേ. അല്ല, രാജാവേ. മുന്ന ഫിക്സ്. അങ്ങനെ ഫിക്സ് ചെയ്ത് വന്നിട്ട് കാര്യമില്ല റാണി. ഇനിയും ആളുകളുണ്ടല്ലോ, അവരും കൂടെ വന്ന് നൃത്തം ചെയ്യട്ടെ. എന്നാ പിന്നെ ആയിക്കോട്ടെ. വിളിക്ക്. അടുത്തതായി ചിറങ്കീഴ് ദേശത്ത് നിന്നും തേൻമൊഴി, 27 വയസ്സ്. നമസ്കാരം രാജൻ. നമസ്കാരം. ക്യാമ്പിലൂടെ വലിക്കാൻ നിൽക്കണം. ഞാൻ അവിടുത്തെ മഹാരാജൻ. നമസ്കാരം മഹാരാജൻ. അയ്യ, അവൻ പേര് കള്ളൻ. അവന് വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളുവല്ലാത്തവന്. എന്താണ് ഭൗതിയുടെ പേര്? മഹാരാജൻ, എന്റെ പേര് തേൻമൊഴി. തേൻമൊഴി പൂമലറോ. നീ ഓക്കെ മുതുക്കടിച്ചല്ലോ. തനിക്ക് എല്ലാത്തിൻ്റെ എനിക്ക് അറിയാൻ മേലാഞ്ഞോട്ട് ചോദിക്കുക. ഞാൻ പോ, വേറെ കാര്യങ്ങൾ ചോദിക്കുന്നു. പോ. എന്താണ് പേര്? തേൻമൊഴി. തേൻമൊഴിയുടെ വയസ്സ് എത്രയാണ്? 24. എന്തായാലും ശരി, ഈ 3 നർത്തകിമാരും ഈ കൊട്ടാരത്തിൽ ഫിക്സാ. രാവിലെ വരണം. നിങ്ങൾ ഡാൻസ് കളിക്കുന്നു, എല്ലാ കാര്യവും ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ ആണോ? ഫിക്സ് ആക്കാൻ വരട്ടെ മഹാരാജൻ. തീരുമാനം എടുക്കുന്നതിന് മുന്നേ എനിക്കൊരു തീരുമാനമുണ്ട്. എന്നാ തീരുമാനം? അതായത് ഈ നർത്തകിമാർ 3 പേരും രാവിലെ 8 മണിക്ക് വന്ന് ഇവിടെ വന്ന് നൃത്തം ചെയ്യുന്നു. അപ്പോഴത്തേക്കും കൊട്ടാരത്തിന്റെ ഗേറ്റ് അടയ്ക്കും. വൈകുന്നേരം 5:30 മണിക്ക് നൃത്തം കഴിഞ്ഞ് കൊട്ടാരത്തിന്റെ ഗേറ്റ് തുറക്കുമ്പോൾ അവർ പുറത്തേക്ക് പോകും. ഇതാണ് എന്റെ തീരുമാനം. ഈ നർത്തകിമാർക്ക് ഇവിടെ സ്റ്റേ ഇല്ല. അയ്യോ, അതിന് പേടിക്കണ്ട. എന്റെ മുറി ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ. ഞാനാണ് ആ കാര്യം അങ്ങ് വിട്ടുപോയി. മന്ത്രിയുടെ മുറി ഒഴിവാ. രാജഗുരുവിനെ മന്ത്രിയുടെ റൂമിലോട്ട് ആക്കിയിട്ട് മന്ത്രിയുടെ റൂമിലോട്ട് ഇവരെ അങ്ങ് ആക്കാം. എങ്ങനെ ഇരിക്കുന്നു? അല്ല, പിന്നെ അതെ, എനിക്കാണെങ്കിൽ ആരെങ്കിലും ചേർന്ന് ഒട്ടിക്കിടക്കുന്ന ഇഷ്ടമില്ല. എത്ര മക്കളുണ്ടായിരുന്നു? 6. ഒട്ടാതെ 6 ഒട്ടിയിരുന്നെങ്കിലോ. അത് വിട്. അപ്പൊ എന്നാ തീരുമാനം എന്താണെന്ന് വെച്ചാൽ റാണി അങ്ങോട്ട് കൽപ്പിക്കുക. എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. 10 വർഷം മുന്നേ ഇതേപോലെ നൃത്തം ചവിട്ടാൻ വന്ന ആളാണ് ഞാൻ. അന്ന് വന്നപ്പോ ഇങ്ങേര് പറഞ്ഞ 5:30 ഗേറ്റ് തുറന്ന് പുറത്ത് വിടുമെന്ന്. ഇന്നേ വരയ്ക്ക് എന്നെ പുറത്ത് വിട്ടിട്ടില്ല. എന്റെ കഞ്ഞിയിൽ ഞാൻ എന്തിനാ പാറ്റയിടുന്നത്? ഏതായാലും അവര് വന്ന സ്ഥിതിക്ക് അവര് ഡാൻസ് കളിച്ചിട്ട് പോട്ടെ. എന്നാ ആയിക്കോട്ടെ. അതെ.